ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് നമുക്കൊരു നാരങ്ങാച്ചാർ ഇടാവേ. ഞാനപ്പം അത് എണ്ണയെല്ലാം നല്ലെണ്ണ ഒഴിച്ചു. അതിലേക്ക് കടുക് ഉലുവായും ഇട്ടു. അത് കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ടു കേട്ടോ. കടുക് ഉലുവായും പൊട്ടിക്കഴിഞ്ഞപ്പം എന്നിട്ട് അത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുവാണേ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും നല്ലതുപോലെ മൂത്ത് നല്ല ബ്രൗൺ കളറാണേ. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. എനിക്ക് ഈ വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇക്കിളെടുത്തോണ്ടിരിക്കുക കേട്ടോ. അതിൻ്റേതായ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വരുവേ, ക്ഷമിച്ച് തരണേ. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല് കേട്ടോ. അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാല എല്ലാം കൂടെ ഇടുവാണ്. ഇത് നമ്മൾ നാരങ്ങാച്ചാറാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം കാഞ്ഞിരപ്പള്ളിയിലോ അല്ലെ ഇവിടെ പരിസര പ്രദേശങ്ങളിലുള്ളവരൊക്കെ നാരങ്ങാച്ചാറും മാങ്ങാച്ചാറും വെളുത്തുള്ളി അച്ചാറും മീനും ചിക്കനും അച്ചാറുകളെല്ലാം ഉണ്ട്. അപ്പം വേണ്ടവർ വിളിച്ചാൽ മതി കേട്ടോ. ഏകദേശം കുറേ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം, കാഞ്ഞിരപ്പള്ളിയിലുള്ളവർക്ക്. അപ്പം അച്ചാർ വേണ്ടവർ വിളിച്ചാൽ മതി, അച്ചാർ കൊണ്ട് തരുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ നൂറുദാട് താഴത്തെ കടയിൽ അച്ചാറുണ്ട്, അത് വേണമെന്നവർക്ക് മേടിക്കാം. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുവാണ്. കല്ലുപ്പാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. കല്ലുപ്പല്ലാതെ മറ്റേ പൊടിയുപ്പിട്ടാൽ അത് പെട്ടെന്ന് അച്ചാർ അഴുക്കാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറയാം, കല്ലുപ്പിൻ്റെ അളവുകളും കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് റെഡിയായി വരുന്നതോടെ കല്ലുപ്പിട്ട് കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് നല്ലതുപോലെ വഴറ്റി കഴിഞ്ഞ് നമ്മുടെ നാരങ്ങ അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ നാരങ്ങ ഞാനൊരു 3-4 ദിവസം മുമ്പ് നല്ലപോലെ വെള്ളമയം എല്ലാം കളഞ്ഞ് അരിഞ്ഞ് ഉപ്പിട്ട് വെച്ചേക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കയ്പ്പ് കുറയുമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് കോള് വന്നു. എനിക്ക് കൂട്ടി നോക്കിയിട്ട് ചെറിയ കയ്പ്പ് പോലെ തോന്നി കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ശകലം ഉപ്പ് കുറവ് പോലെ തോന്നി, കുറച്ച് ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുത്തു കേട്ടോ. നല്ലപോലെ ഒന്ന് വേഗട്ടെ ഓർത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നാരങ്ങ ഒരു അലുക്കാത്ത മട്ടിയിലിരിക്കുന്നു. ഇത്രയും ദിവസം നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുവേ. അപ്പം നല്ല ഫ്രഷ് നാരങ്ങ ആയിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കാം നാരങ്ങ ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലാതെ വടിയതോ അങ്ങനത്തെ നാരങ്ങ ഒന്നുമല്ല. നല്ല ഫ്രഷ് നാരങ്ങ തന്നെയായിരുന്നു മേടിച്ചത്. അപ്പോൾ ഇപ്പോഴാണ് നാരങ്ങയ്ക്ക് വിലയും കൂടിയിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഹോം മെയ്ഡ് സാധനങ്ങൾക്കെല്ലാം വിലയുണ്ട്. അപ്പം നമ്മളിതിന് വില പറയുമ്പോൾ അത്രയും വിലയോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു 10 രൂപയിലും കിട്ടണ്ടേ. അപ്പം ആ ഒരു അപ്പം നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഹോം മെയ്ഡ് സാധനങ്ങൾക്ക് വിലയാണെന്ന് പറയുമ്പോൾ ഇതിനകത്തൊന്നും ഒരു കെമിക്കലും ചേരുന്നതല്ല, നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. അപ്പം അതിൻ്റേതായ വില വരും. പിന്നെ വിനാഗിരി എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ച് വിനാഗിരിയെ ചേർക്കുന്നുള്ളൂ, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം കുറച്ച് വിനാഗിരി മാത്രമേ ഒഴിക്കുന്നുള്ളൂ. അല്ലാതെ വേറെ ഇതിനകത്തൊന്നും നമ്മൾ കെമിക്കൽ ഒരു സാധനവും ചേർക്കുന്നില്ല. വിനാഗിരി എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു ശകലം വിനാഗിരി ചേർക്കുമ്പോൾ അത് ഒരാളല്ലല്ലോ ഈ അച്ചാർ കഴിക്കുന്നത്, ഒത്തിരി പേര് കഴിക്കുന്നതല്ലേ. അപ്പം അതിനകത്തൊരു ശകലമേ അതിൻ്റെ അളവ് വരുന്നുള്ളൂ, അല്ലാതെ അത് കൂടുതലായിട്ടൊന്നും നമ്മൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പം വില പറയുമ്പോഴത്തേക്കും ഇത്രയും വിലയോ എന്ന് ചോദിച്ചാൽ ശരിക്കും ഇതിന് ഇത്രയും വിലയുണ്ട്, അതുകൊണ്ട് അത്രയും വില പറയുന്നത് കേട്ടോ. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. കമൻറ്റ് എന്താണേലും കമൻറ്റ് പറയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ശരി.